ചേർത്തലയിലെ വിദ്യാഭ്യാസ ഓഫീസുകളും അനുബന്ധ സ്ഥാപനങ്ങളും വെള്ളക്കെട്ടിലായി. പലകകളും മണൽച്ചാക്കുകളും നിരത്തിയാണ് ജീവനക്കാരും ഓഫീസിലെത്തുന്നവരും അകത്തേക്ക് പ്രവേശിക്കുന്നത്. BRCയിൽ പഠനത്തിനെത്തുന്ന ഭിന്നശേഷി കുട്ടികളുടെ പഠനവും പ്രതിസന്ധിയിലായി. ചേർത്തല ജില്ലാ ഉപജില്ലാ ഓഫീസുകളിലേക്ക് കയറാൻ പോലും ആകാത്ത തരത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മുട്ടപ്പമായ വെള്ളം കടക്കാൻ ഓഫീസുകളുടെ പലയിടങ്ങളിലും താൽക്കാലികമായി പലകകളും മൺചാക്കുകളും ഇട്ട പാലങ്ങളൊരുക്കിയാണ് 40ഓളം വരുന്ന ജീവനക്കാർ ഓഫീസുകളിലേക്ക് കയറുന്നത്. സാധാരണക്കാരെത്തിയാൽ നീന്തി കയറുക മാത്രമാണ് ഏക പോംവഴി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അധികൃതരുമടക്കം നിരവധി പേരെത്തുന്ന ഓഫീസിനാണ് ഈ അവസ്ഥ. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലാണ് ചേർത്തല ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും BRC ഓഫീസുകളും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സഞ്ചാരയോഗ്യമല്ല. ഇപ്പോൾ തെന്നി താഴെ വീഴുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അതിനൊരു അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട്. നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പടി വരെ കയറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഒരു രക്ഷയുമില്ല. വണ്ടികൾ പോലും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികളാണെങ്കിലും മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമാണ്. 3-4-5 ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരിടമാണിത്. അപ്പം ഇതിൻ്റെ പിന്നിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു രക്ഷയുമില്ല. അപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മഴക്കാലങ്ങളിൽ നമുക്ക് ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്കൂളിലും വിദ്യാർത്ഥികൾക്ക് വലിയ ദുരിതമാണ് വെള്ളക്കെട്ട് കൊണ്ടുണ്ടാകുന്നത്. പ്രധാന കവാടത്തിലും പുതിയ കെട്ടിടത്തിലുമടക്കം മുട്ടപ്പം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായ വെള്ളക്കെട്ടാണ് വളപ്പിലെ വടക്കേറ്റത്തുള്ള വിദ്യാഭ്യാസ ഓഫീസുകളെയും കുഴിയിലാക്കിയത്. മഴയൊഴിഞ്ഞാലും ദിവസങ്ങൾ വേണം ഈ വെള്ളം വറ്റിത്തീരാൻ. റോഡിൽ നിന്ന് മാലിന്യങ്ങളടക്കമുള്ള വെള്ളമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. സ്കൂൾ വളപ്പിലെയും വിദ്യാഭ്യാസ ഓഫീസ് വളപ്പുകളിലെയും വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്.